ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അരോമ ടേസ്റ്റ് ബഡ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരിച്ചിരി ഗ്യാപ്പ് എടുത്തു. എൻ്റെ ഹെൽത്ത് അത്രയും ശരിയല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരിക നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് ഒരു ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ കൂമ്പ് തോരൻ. ഇത് ഏത്തവാഴയുടെ കൂമ്പ. ഇപ്പോൾ നാട്ടിലായപ്പോൾ നമുക്കിത് സുലഭമായിട്ട് കിട്ടും. ദുബൈയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് പൈസ കൊടുത്ത് മേടിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു ഇതാണല്ലോ, അവരുടെ കൃഷി ഇടങ്ങളിലൊക്കെ ഉള്ളതാണല്ലോ ഈ ഏത്തവാഴകളൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കൂമ്പ. അപ്പം നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് കുറേ ഇങ്ങനെയുള്ള പോളകൾ പൊളിച്ച് കളയണം. അപ്പോൾ ഈ ഒരു വൈറ്റ്നെസ് വരുന്നത് വരെ ഇത് പൊളിച്ച് അങ്ങനെ ആകുമ്പം നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്കിനി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മേളിൽ നിന്ന് കൊത്തി അരിയണം. സ്ലൈസായിട്ടൊന്നും അല്ല, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ നമ്മളിത് കൂമ്പ് തോരൻ വെക്കുന്നത്. ചില ആൾക്കാർ കൂമ്പ് തോരൻ ഒറ്റയ്ക്ക് വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പയർ ചേർത്ത് വെക്കും. ഞാനിവിടെ പയർ ചേർത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ വൻപയർ അല്ലെങ്കിൽ ചെറുപയർ നേരത്തെ തന്നെ വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് അതൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെക്കുക. അപ്പോൾ തോരനൊക്കെ റെഡി. ഈ തോരൻ്റെ കൂട്ടൊക്കെ നമ്മൾ ഫ്രൈ പാനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ടത് ഈ പയറും കൂടെ. അപ്പോൾ അതും റെഡിയാക്കി വെക്കുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വഴിയാലെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കൂമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വെച്ചേക്കുക. പിന്നെ ഇതിനകത്തോട്ട് ചതച്ച് ചേർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരിയോ പച്ചമുളകോ എന്ത് വേണോ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു തണ്ട് കരിവേപ്പില, പിന്നെ 2-3 കുച്ച് വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളി, ഒരു സവാള അരിയണം. ബാക്കിയെല്ലാം കൂടെ ചതച്ച് തേങ്ങയുടെ കൂടെ ചതച്ചിടുക. ജാറിനകത്തോട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഇഷ്ടം പോലെ ഇടാം. ഒരു അരമുറി തേങ്ങ ഒക്കെ ഇട്ടാൽ ടേസ്റ്റാണ്. പക്ഷേ ഞാനൊരു 2 പിടി തേങ്ങ ഇടുന്നുള്ളൂ. ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ കാണിച്ചതുപോലെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഞെട്ടോട് തന്നെ ഞാൻ കാന്താരിയും കൂടി ഇടുക. പിന്നെ ചെറിയ ജീരകവും കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഇഷ്ടം പോലെ ഇടാം. ഒരു അരമുറി തേങ്ങ ഒക്കെ ഇട്ടാൽ ടേസ്റ്റാണ്. പക്ഷേ ഞാനൊരു 2 പിടി തേങ്ങ ഇടുന്നുള്ളൂ. ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ കാണിച്ചതുപോലെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഞെട്ടോട് തന്നെ ഞാൻ കാന്താരിയും കൂടി ഇടുക. പിന്നെ ചെറിയ ജീരകവും കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2-3 കറിവേപ്പില. ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് നല്ലതുപോലെ പൾസ് ചെയ്ത് എടുക്കുക. തരി പോലെ. നമുക്ക് ഒത്തിരി അങ്ങ് പേസ്റ്റ് ആകേണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതൊരു നിർലോണിൻ്റെ ട്രൈപ്ലൈ കടായിയാണ് ഇവിടെ വെച്ചേക്കുന്നത്, സ്റ്റീലിൻ്റെ. അപ്പോൾ ഇതിനകത്ത് കുക്കിംഗ് വളരെ സേഫാണ്. ഒന്നുകിൽ നമ്മുടെ ഈ എർതൻ പോട്ട്സ് അല്ലെങ്കിൽ ചട്ടികൾ, ഈ മറ്റേ നോൺ സ്റ്റിക്കിനെക്കാട്ടിൽ ഏറ്റവും സേഫായിട്ട് ഇപ്പോൾ പറയുന്നത് ഇതുപോലുള്ള ട്രൈപ്ലൈ യൂട്ടൻസിൽസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് തീ കത്തിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടീസ്പൂൺ കടുകിടാം. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കൂമ്പും സവാളയും കൂടെ ഒന്നിച്ച് ഇതിനകത്തോട്ടിടാം. പെട്ടെന്നായി കുക്കിംഗ്. ഇതിനൊത്തിരി കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കൂമ്പ് നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ വയറ് സംബന്ധമായ എല്ലാ രോഗത്തിനും കൂമ്പ്, പിന്നെ പിണ്ടി, പിന്നെ അതിനോട് ചേർന്ന എല്ലാ വാഴയുടെ എല്ലാ സംഭവങ്ങൾക്കും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇതൊന്ന് ചേർക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പറ്റത്തൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ മിക്സിയുടെ ഈ തേങ്ങാക്കൂട്ട് ഇതിനകത്തോട്ട് ഇടുക.
എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. ഇതൊന്ന് ആവി കയറട്ടെ. അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു ആവി കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഉപ്പും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച പയർ, ഞാൻ ചെറുപയറാണ് വേവിച്ച് വെച്ചിരുന്നത്, അതിങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഇളക്കാം. ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് വല്ലതും മതി. ഒന്ന് ആവി കയറി കഴിയുമ്പം തോരൻ കഴിയും. നല്ലതുപോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം മാറണം. ചെറുപയറിപ്പം വേവിച്ച് വെച്ചിരുന്നായിരുന്നു. അപ്പം ഇതൊന്ന് തല്ലിപ്പൊട്ടി അതിൻ്റെ അതും ഉപ്പും എരിവും എല്ലാം പിടിച്ച് ഒരു ആവി കയറി കഴിയുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യാം. തോരൻ റെഡി. ഇതിനുമായി കുമ്പുതോരൻ റെഡിയായിട്ടുണ്ട്. പയറും കൂടെ ചേർത്ത് കൊണ്ടുവരണം. ഇത് വളരെ ഹെൽത്ത് വൈസ് വളരെ സമ്പൂർണ്ണമായ ഒരു തോരനാണ്. ഇതിനകത്ത് വേണ്ടാത്ത ഒരു സാധനവും ഇല്ല. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ചേർക്കാവൂ. ബാക്കിയെല്ലാം അത് നമുക്ക് ചോറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ചോറ് കുറച്ച് ക്വാണ്ടിറ്റി